കഴിഞ്ഞ ആഴ്ചകളിൽ ഇന്ത്യയുടെ സൂപ്പർ 8 മത്സരവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ മത്സരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ 2 വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുന്നോട്ടുള്ള ഒരു പ്രകടനം, ഈ ഗ്രൂപ്പ് ഘട്ടത്തിലുള്ള ഒരു പ്രകടനം വെച്ചിട്ട് ഇനി മുന്നോട്ടുള്ള ഒരു പോക്ക് അത്ര എളുപ്പമായിരിക്കില്ല. കുറച്ച് പ്രതിബന്ധങ്ങളും അതുപോലെ തന്നെ പ്രതിസന്ധികളൊക്കെ ഇന്ത്യൻ ടീം നേരിടേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നത്. അത് സൂപ്പർ 8 ആദ്യ മത്സരത്തിൽ തന്നെ ദക്ഷിണാഫ്രിക്കക്കെതിരെ ഒരു വലിയ തോൽവി, നമുക്കറിയാം, ഒരു പൊരുതി തോൽക്കുന്ന ഒരു മത്സരം തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്കറിയാം. പക്ഷെ ഇത് അതുപോലെ അല്ലാതെ ഒരു വലിയൊരു തോൽവി, ഒരു 76 റൺസിന്റെ ഒരു മാർജിനിലുള്ള ഒരു തോൽവി എന്നൊക്കെ പറയുന്നത് T20 ക്രിക്കറ്റിൽ എത്ര വലുതാണെന്ന് നമുക്ക് അറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഇന്ത്യയുടെ ആ ഒരു ഈ പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട് പല തരത്തിലും, പല ബാറ്റിങ്ങിനെ കുറിച്ചും, ഈ ബാറ്റിങ്ങിൽ നമ്മുടെ ഇപ്പോഴുള്ള കോമ്പിനേഷനെ കുറിച്ചിട്ടൊക്കെ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ്. നമുക്ക് ആ മത്സരത്തെ കുറിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ക്രിക്കറ്റ് ലോകത്ത് അല്ലെങ്കിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾ കൂടുതൽ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മളും സംസാരിക്കുന്നത്. ഇപ്പം സൈഫ് പറഞ്ഞ തന്നെ പൊരുതി വീണതല്ല, അത് ആയുധം വെച്ച് കീഴടങ്ങി എന്ന് പറയില്ല. ആയുധം ഉണ്ടായിരുന്നില്ല, അവിടെ കളത്തിൽ പോയിട്ട് ചുറ്റും പോയിട്ട് പോർക്കളത്തിൽ പോയിട്ട് പകച്ചു നിൽക്കുന്ന ഒരു ടീമിനാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഇപ്പോൾ സൈഫ് പറഞ്ഞ തന്നെ കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ കമന്റിൽ കൃത്യമായി പറഞ്ഞിരുന്നു ഇന്ത്യൻ ടീമിന്റെ ബാറ്റിങ്ങിൽ വലിയൊരു പോരായ്മകൾ ഉണ്ടെന്ന്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ കുഞ്ഞൻ ടീമുകളായിട്ടാണ് ഏറ്റുമുട്ടിയത്. ആ കുഞ്ഞൻ ടീമുകളോട് നമ്മൾ കൈച്ചലായി പോയി എന്ന് പറയാം. കൈച്ചലായി പോയത് 1-2 ബാറ്റിംഗ് പ്രകടനത്തിന്റെ മാത്രം ബലത്തിലായിരുന്നു. പക്ഷേ അത് എല്ലാവർക്കും മനസ്സിലാവാത്തൊരു ടീം മാനേജ്മെന്റ് മാത്രമേ ഉള്ളൂ. അത് നമ്മളെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാണല്ലോ വിദഗ്ധന്മാരെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾ ചീത്ത വിളിച്ചത്. വിദഗ്ധന്മാരായിട്ടൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പം സിമ്പിളായിട്ട് നോക്കിയാൽ ഇഷാൻ വീണാൽ ആ ബാറ്റിങ്ങിന്റെ ടോപ്പ് ഓർഡർ തീർന്നു എന്ന് നമുക്ക് വ്യക്തമാണ് നിലവിലെ അവസ്ഥയിൽ. അതിൽ ഇപ്പോൾ സൂര്യകുമാർ യാദവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പരിഹാസ ചിരിയോടെ സഞ്ജുവിനെ അഭിഷേകിന് പകരമാണോ അല്ല തിലകിന് പകരമാണോ ഇറക്കേണ്ടി വെച്ചിട്ടുണ്ട്. ഇതേ ഒരു സീൻ നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. രോഹിത്തിനൊക്കെ കളിക്കുന്ന പുറത്തെടുക്കുന്നതിനെ കുറിച്ച് വിരാട് കോഹ്ലിയോട് ചോദിച്ചപ്പം ഈ ഫോർമാറ്റിൽ രോഹിത്തിനെ പുറത്തെടുക്കണം ചോദിച്ചു. പക്ഷെ അത് രോഹിത് ആയിരുന്നു. രോഹിത് എന്തായിരുന്നു എന്നും എങ്ങനെയായിരുന്നു നമുക്കറിയാം, അദ്ദേഹം തിരിച്ചു വരുന്ന രീതി നമുക്കറിയാം. പക്ഷെ നിലവിലെ അവസ്ഥയിൽ ഒരു വലിയ ടൂർണമെന്റാണ്. എനിക്ക് തോന്നുന്നത് പാകിസ്ഥാനെതിരെ പറയുമ്പോൾ ഏതോ മത്സരത്തിന് മുമ്പായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ആ വിരാട് കോഹ്ലിയുടെ ഇത്. പക്ഷെ വിരാട് കോഹ്ലിയെ പറഞ്ഞ് കാണാനൊരു ചന്തം ഉണ്ടായിരുന്നു. അതിന്റെ അതിന്റെ യാഥാർത്ഥ്യം പിന്നെ നമുക്ക് കാണാനും പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ കണ്ട എന്താണ്, ഒരു പരിഹാസ ചിരിയോടെ ഇത് 1-ാം നമ്പറും 3-ാം നമ്പറും ചോദിച്ച് പറയുന്നു. ഇവിടെ വന്നിട്ട് സൂര്യകുമാർ യാദവ് ഉൾപ്പെടെ ടോപ്പ് ഓർഡറിൽ ആരെങ്കിലും 20 റൺസ് കടന്ന ഒരൊറ്റ ആളല്ലേ നമ്മുടെ ടീമിലുള്ളൂ. അതാണ് നമ്മുടെ അവസ്ഥയിലേക്ക് വരുന്നത്. ഇത് നമുക്ക് ഉറപ്പായിരുന്നു ഒരു നല്ല ബോളിംഗ് നിരക്ക് മുന്നിൽ എത്തിയാൽ, അല്ലെങ്കിൽ ഒരു നല്ല ടീമിൽ നമ്മൾ കരുതിയിരുന്നത് വിൻഡീസിനോട് തകർന്നടിയുന്നതാണ്. കാരണം ആ കാര്യത്തിന് മുന്നിൽ പിടിച്ചു കാണാമില്ല. പക്ഷെ ഇത് ആദ്യം തന്നെ നമ്മൾ വീണു. സിംബാബ്വേയോട് നമുക്ക് നിലവിലെ അവസ്ഥയിൽ പരാജയപ്പെട്ടാലും അത്ഭുതമൊന്നുമില്ല. ഈ ടീമിന് സിംബാബ്വേനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാലേ അത്ഭുതം പറയാൻ പറ്റൂ. കാരണം സിംബാബ്വെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ജയിച്ചു വന്ന രീതി നമ്മൾ കണ്ടാണ്. ഇന്ത്യ ജയിച്ചു വന്ന രീതി നമ്മൾ കണ്ടാണ്. ഇന്ത്യ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. പാകിസ്ഥാനായ ഒരു മത്സരത്തിൽ ഓപ്സിനെ കൊണ്ടുവന്നിട്ട് അഭിഷേകിനെ വീഴ്ത്തി. അപ്പോൾ നമുക്കറിയരുത് ഇത് എങ്ങോട്ടാണ് പോകുന്നത്. അന്ന് അവർക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിലും ബാക്കിയുള്ള നെതർലാൻഡ്സ് അതിന് ശേഷം അതേ രീതി പിന്തുടർന്നു വീഴ്ത്തുന്നു. ഇന്നലെ ഇപ്പം പറഞ്ഞപ്പോൾ ഞാനൊരു പോസ്റ്റ് എടുത്തു, എനിക്കൊന്ന് പേര് ഓർമ്മയില്ല, നെൽസണാണോ സംശയമുണ്ട്, ഡോക്ടർ നെൽസന്റെ പോസ്റ്റാണോ സംശയം. അതിൽ പറയുന്നത് ഇതായിരുന്നു, അഭിഷേക് ബോൾ ചെയ്യുന്ന സമയത്ത് അഭിഷേക് ഇഷാനും ബാറ്റ് ചെയ്യുന്നു. ഓപ്ഷന് മാർക്കം പന്ത് ചെയ്യാൻ വന്നപ്പം ഇത് അഭിഷേകിനെ വീഴ്ത്താനുള്ള തന്ത്രമല്ലേ എന്ന് കരുതി ഇഷാൻ ബാറ്റ് ചെയ്യുന്നു, ഇഷാൻ പോകുന്നു. ഈ സഞ്ജു സഞ്ജു ഇറങ്ങി, സഞ്ജുവും ഇഷാനും കൂടി ഒരു മത്സരത്തിൽ ഓപ്പൺ ചെയ്തു തന്നു. അതിൽ മാത്രമാണ് ഓപ്പണർമാരൊന്നും ഭേദപ്പെട്ട് അക്കൗണ്ട് തുറന്ന് പിടിച്ചതെന്ന് പറയാം. ബാക്കി എല്ലാവരും ഓപ്പണിൽ ഒരാൾ ഡക്കായി പുറത്തായിട്ടുണ്ട്. ആ ഒരു നാണക്കേടിലേക്കാണ് തോന്നുന്നത്. ലോകകപ്പ് വേദിയാണ്. ഇതിന് മുമ്പ് എന്തായിരുന്നു, സൂര്യകുമാർ യാദവ് കഴിഞ്ഞ ലോകകപ്പിന് ശേഷം എങ്ങനെ കൊണ്ടുവന്നു എന്നൊന്നും കാര്യമില്ല. ഇത് ലോകകപ്പാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് അവസരം ഒന്നും പറയാം, ആദ്യത്തെ രാജ്യം ഇതുവരെ ലോകകപ്പ് കിരീടം നേടിയിട്ടില്ല, അതുകൊണ്ട് സൂര്യകുമാർ യാദവ് തോറ്റു എന്ന് പറയാം. പക്ഷേ ഇപ്പോഴും അവസരമുണ്ട്. ഇന്ത്യൻ ടീമാണ്, കരുത്തുണ്ട്. ഗംഭീര തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. 2020 മാത്രമാണ് ഗംഭീര തന്ത്രങ്ങൾ വലിയ പാളിച്ചകളില്ലാണ്ട് പിടിച്ചത്. അത് ഈ പറഞ്ഞ പോലെ താരങ്ങളുടെ 1-2 താരങ്ങളുടെ പ്രകടനത്തിന്റെ ബലത്തിൽ മാത്രമാണ്. ബാക്കി 2 ഫോർമാറ്റിലും അദ്ദേഹം ടീമിനെ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞു. ഈ ഒരു ഇതിലേക്ക് എത്തുമ്പം ലെഫ്റ്റ് റൈറ്റ് കോംബോനെ കുറിച്ച് എല്ലാവരും പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്ത് ലെഫ്റ്റ് റൈറ്റ് കോംബോ എന്ന രീതിയിലായിരുന്നു കളിച്ചത്. ആ ലെഫ്റ്റിന്റെ ഒരു കൂടാരം വരുമ്പോൾ ലെഫ്റ്റ് കംപ്ലീറ്റ്ലി ഔട്ടായി പോകുന്ന ഇത് അവസ്ഥ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഇനിയുമുണ്ട്, ഇനി 2 മത്സരമുണ്ട്. 2 മത്സരം നിർണായകമാണ്. ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോഴും കിരീടം നേടാൻ വരുന്ന ടീം സ്ക്വാഡ് ഇന്ത്യക്ക് ഉണ്ട്. അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ മാനേജ്മെന്റ് തയ്യാറായാൽ മാത്രം മതി. തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പൊ നിങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പരാജയപ്പെട്ടെങ്കിൽ പോലും അവരൊരു കാര്യം ചെയ്തു വെച്ചു. അധികം ബോളിംഗ് ഓപ്പൺ ചെയ്യാത്ത സൽമാൻ അലി ആകെ ബോളിംഗ് ഓപ്പൺ ചെയ്യിപ്പിക്കുന്ന ഒരു ഘട്ടം, അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർ എറിയുന്നൊരു സാഹചര്യം നമ്മൾ കണ്ട് അഭിഷേകിനെ ലക്ഷ്യമിട്ട് ആ തന്ത്രം അവിടെ സക്സസ് ആയി. പക്ഷെ മത്സരം നമ്മൾ ജയിച്ചു. നെതർലാൻഡിനെതിരെ നമ്മൾ പറഞ്ഞു ആര്യദത്തിനെ ഒരു ഏൽപ്പിക്കും. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ അതേ തന്ത്രം തന്നെ ദക്ഷിണാഫ്രിക്കയും പയറ്റുക എന്ന് പറയുമ്പോൾ വളരെയധികം ഒരു തെറ്റ് നമുക്ക് പറ്റും.
തെറ്റ് ഒന്നിലധികം തവണ വീണ്ടും വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുക എന്നുള്ളൊരു പ്രശ്നം, ഒരു പ്രതിസന്ധി അവിടെ നിൽക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം പറയാം. അപ്പോൾ ഈ T20 ലോകകപ്പിന്റെ തൊട്ട് മുമ്പ് നമ്മൾ സഞ്ജുവിന്റെ ഒരു മോശം പ്രകടനം നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ പറയാണ് സഞ്ജുവിനെ ഇറക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് കോംബോയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അതെ പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് കോംബോ അല്ല നമ്മുടെ എല്ലാ ബാറ്റർമാരും ഇടങ്കയും ബാറ്റർമാരും വെച്ചിട്ട് നമുക്ക് ന്യൂസിലാൻഡിനെതിരെ സഞ്ജു ഫോം അല്ലാതെ നമ്മൾ ജയിക്കാൻ പറ്റിയിരുന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, അവിടെ പിച്ച് ഒരുക്കുന്നത് ഇന്ത്യയാണ്, പക്ഷെ ഇത് ICCയുടെ ടൂർണമെന്റ് ആണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇതിന് രണ്ട് ഡിഫറൻസ് വന്നു. നമ്മൾ എവിടെയായിരുന്നു 200-ലധികം റൺസ് സ്കോർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇന്ത്യൻ ടീമിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നിരന്തരമായിട്ട്. പക്ഷെ അത് സംഭവിക്കുന്നില്ല. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന മത്സരത്തിലേക്ക് വന്നപ്പോൾ ഉള്ള ഒരു പ്രകടനം വന്നിട്ടുള്ളത്. അപ്പൊ നിലവിലെ ഒരു സാഹചര്യത്തിൽ എന്തിനാണോ ഇപ്പൊ ലോകകപ്പിന്റെ മുമ്പ് നമ്മളോട് ചോദിക്കുകയാണ് സഞ്ജുവിനെ ഇറക്കണ്ട, അഭിഷേകും ഇഷാനും ഓപ്പൺ ചെയ്യട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതേന്ന് പറയും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഓരോ മത്സരങ്ങളിലും നമ്മൾ കാണുന്നത് എന്താണ്? ഇപ്പൊ ഇന്നലെ അഭിഷേകിന്റെ ഒക്കെ പെർഫോമൻസ് അല്ലെങ്കിൽ ബാറ്റിംഗ് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷമമാണ് തോന്നിയത്. കാരണം അതായത് അഗ്രസീവായിട്ട് സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് അടിക്കാൻ വരുന്ന അഭിഷേകും പന്ത് വളരെ കൃത്യമായിട്ടുള്ള ലൈനിൽ ഔട്ട് ഇത് എറിഞ്ഞിട്ട് അഭിഷേകിനെ കബളിപ്പിക്കുന്ന ബോളർമാരും. മുഹമ്മദ് അമീറിന്റെ കാര്യമാണ് നമ്മൾ എടുത്തു പറയണം. ഈ സമയത്താണ് മുഹമ്മദ് അമീർ ഇപ്പൊ ഇന്ത്യക്കെതിരെ പറഞ്ഞു നമ്മൾ എല്ലാം ചർച്ച ചെയ്യുന്നു. അതിന് മുന്നേ അഭിഷേകിനെതിരെ പറഞ്ഞിരുന്നു അഭിഷേകിന്റെ ബാറ്റിംഗ് രീതി എന്നാണ്. അഭിഷേകിന് പന്ത് ഡിഫെൻഡ് ചെയ്ത് കളിക്കാൻ പറ്റില്ല, അഭിഷേകിന് വിജയങ്ങളെക്കാൾ കൂടുതൽ പരാജയങ്ങളെ നേരിടേണ്ടി വരുന്നത്. അത് ഫോമിലുള്ളപ്പോഴാണ് താരം പറഞ്ഞത്. ഇപ്പം ഇന്നലെ വരെ ആമീർ എയറിലായിരുന്നു, മുഹമ്മദ് അമീർ എയറിലായിരുന്നു, ഇന്ത്യ സെമി കാണില്ല എന്നും അഭിഷേകിനെതിരെയും പറഞ്ഞതിന്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു എന്ന്, അതൊരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു ടീമിന്റെ വെച്ച് മാത്രം നോക്കേണ്ട വ്യക്തിയല്ല. അദ്ദേഹം ഇതിന് മുന്നേ തന്നെ നടത്തുന്ന നിരീക്ഷണങ്ങൾ, പണ്ട് ഒരു ചാറ്റ് ഷോയിൽ പിന്നെ സഹതാരങ്ങൾ ഏറ്റവും നല്ല ഡ്രൈവ് ചെയ്യാൻ നിൽക്കുമ്പോൾ ബാബറിന് പറയുമ്പോൾ അതല്ല രോഹിത്തിൻ്റെയാണ് കോഹ്ലിയുടെയാണെന്ന് മാറി മാറി പറയുന്ന അമീർ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സ്വന്തം ടീമിൽ വെച്ച് പറയുന്ന നിമിഷമായിരുന്നില്ല. അയാൾ അഭിഷേകം ക്ലിയറായി പറഞ്ഞിരുന്നു ഇദ്ദേഹം പിന്നെ നന്നായി ആക്രമിച്ച് കളിക്കുന്നതാണ്, പക്ഷെ പരാജയപ്പെടാനാണ് കൂടുതൽ സാധ്യത. കൊണ്ടാൽ കൊണ്ടുവന്ന രീതിയിൽ, അതായത് കൊണ്ടുവന്നല്ല നല്ല രീതിയിൽ റൺ പിറന്നാൽ ഓക്കെ, ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പരാജയങ്ങളിലേക്ക് പോകുന്ന താരമായിരിക്കും അഭിഷേക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അന്ന് അഭിഷേക് 1-ാം നമ്പറിലൊക്കെ വിരാജിക്കുന്ന ടൈമാണ് ഈ കഴിഞ്ഞ സമയം വരെ. ഇപ്പം തുടർച്ചയായി ഡക്കായി പോവാണ്. ആ പറഞ്ഞതിൻ്റെ ഒരു ഇത് അമീർ എന്താണോ പറഞ്ഞത്, അമീറിൻ്റെ നിരീക്ഷണം എത്രത്തോളം ശരിയാണെന്ന് മനസ്സിലാണ്. പിന്നെ രണ്ടാമത്തെ കേസ് അമീർ ഇത് തന്നെ പറഞ്ഞിരുന്നു, പാകിസ്ഥാനെതിരെ ഉൾപ്പെടെ ഇന്ത്യ ബാറ്റിംഗ് പരാജയം തന്നെയായിരുന്നു, കുഞ്ഞൻ ടീമുകൾക്കെതിരെ ഇന്ത്യ പരാജയം തന്നെയായിരുന്നു. ഈ കളിയും വെച്ച് ഇന്ത്യ സൂപ്പർ 8-ൽ നിന്ന് സൂപ്പർ 4-ലേക്ക് പോയില്ല എന്ന് അദ്ദേഹം ക്ലിയറായി പറഞ്ഞു. സൂര്യകുമാർ യാദവിന് സംഘം അപ്പോഴും എല്ലാവരും പറഞ്ഞു പിന്നെ നമുക്ക് കാണാമെന്ന്. ഇന്ത്യൻ മുൻതാരങ്ങളെല്ലാം പിന്നെ സെമിയിലേക്കുള്ള ടീം ലൈനപ്പ് പ്രോജക്റ്റും എല്ലാവരിലും ഇന്ത്യ ഉണ്ടായിരുന്നു. അത് സ്വന്തം രാജ്യത്തോടുള്ള താല്പര്യം കൊണ്ട് ആയിരിക്കാം, അല്ലാതെ കളിയറിയാത്തവരൊന്നും ഈ അവസ്ഥ അപകടത്തിലേക്കാണെന്ന് മനസ്സിലാവാത്തവരായിരിക്കില്ല. ഒന്നുകിൽ അത് പറയുമ്പോൾ സ്വന്തം ടീമിനെതിരെ പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. പക്ഷെ കളിയെ നിരീക്ഷിക്കുന്നവരെ പറഞ്ഞ് ക്ലിയർ ആയിരുന്നു, ഈ നില വെച്ചിട്ട് ഇന്ത്യ എന്തായാലും സെമിയിലേക്ക് കയറാൻ വേണ്ടി പോകുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ഈ ഓഫ് സ്പിന്നർമാരുടെ കാര്യം പറയുമ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ്, അതായത് ആദ്യത്തെ 8 ബാറ്റർമാരില്ലേ ടോപ്പ്, നമ്മൾ 8 ബാറ്റർമാരെ നമ്മൾ ഇറക്കുന്നതിൽ 6 പേരും ഇടംകയ്യന്മാരാണെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. 2 പേരാണ്, അതായത് സൂര്യകുമാർ യാദവും അതുപോലെ തന്നെ ഹാർദിക്കും അല്ലാത്ത ബാക്കി എല്ലാ താരങ്ങളും ഇടംകയ്യന്മാരാണ്. സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരാളികൾ ഓഫ് സ്പിന്നർമാരെ കൂടുതലായിട്ട് ഇന്ത്യക്കെതിരെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ കണക്ക് മാത്രമാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. അത് ഗ്രൂപ്പ് ഘട്ടത്തിലെ ഡാറ്റ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും അധികം ഈ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഈ ഓഫ് സ്പിന്നർമാരെ നേരിടേണ്ടി വന്ന ഒരു ടീം ഇന്ത്യയാണ് എന്നുള്ളതാണ്. അത് വളരെയധികം യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 6 ഓവറെങ്കിലും ഈ പറയുന്ന ഓഫ് സ്പിന്നർമാർക്കെതിരെ ബാറ്റ് ചെയ്ത ടീമുകളുടെ റൺ റേറ്റ് അല്ലെങ്കിൽ ഓഫ് സ്പിന്നർമാർക്കെതിരെയുള്ള റൺ റേറ്റിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് പിന്നിൽ ചെറിയൊരു അതെ 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 ഇന്ത്യക്ക് മുന്നിലാണ്. ഒമാനും നേപ്പാളും പോലുള്ള ചെറിയ രാജ്യങ്ങൾ, ഏതോ 2 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് 6-7 താഴെയാണ് ഇന്ത്യയുടെ റൺ റേറ്റ് വരുന്നത്. 5 ഇടംകയ്യന്മാരുടെ റണ്ണൗട്ട് മൊത്തം ടീമിന്റെ നോക്കുന്ന സമയത്ത് ഒരു 6-7 താഴെ വരുന്നുണ്ടെങ്കിൽ ഇടംകയ്യന്മാരുടെ 6-നും താഴെയാണ്. അതാണ് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ നമുക്ക് പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ കണ്ട് അവർ 18 ഓവർ എറിഞ്ഞത് സ്പിന്നർമാരാണ്. അപ്പൊ അതിൽ തന്നെ സെയിം അയ്യൂബിന്റെ മികച്ച പെർഫോമൻസ് നമ്മൾ കണ്ട്, നമീബിയക്കെതിരെ റാസ്മസ് നടത്തിയ പെർഫോമൻസ് നമ്മൾ കണ്ട്, ആര്യൻ ദത്ത് നടത്തിയ പെർഫോമൻസ് കണ്ട് നമ്മൾ. അപ്പൊ ഇന്ത്യ സ്വാഭാവികമായിട്ടും ഈ എതിരാളികൾക്ക് അങ്ങനെ ഒരു തന്ത്രം പ്രയോഗിക്കാൻ ഇന്ത്യക്കെതിരെ എനിക്ക് തോന്നുന്നു അതൊക്കെ അവർക്ക് എതിരാളികളെ സംബന്ധിച്ച് വീണ് കിട്ടിയ ഒരു തന്ത്രമാണ്. അപ്പൊ അത് 1 തവണയല്ല 2 തവണയല്ല 3 തവണയല്ല വീണ്ടും വീണ്ടും അത് ആവർത്തിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും
സഞ്ജുവിനെ സംബന്ധിച്ച് ആ നമീബിയക്കെതിരെ സഞ്ജു കാണിച്ച ആ ഒരു ഇന്റന്റ് റൺസ് സ്കോർ ചെയ്യാനുള്ള ഒരു ആ ഒരു എന്താ പറയാ അതിന് വേണ്ടിയിട്ട് കാഴ്ചവെച്ചിട്ടുള്ള ഒരു ഇതുണ്ട്. അതായത് സിക്സ് അടിക്കുന്നു. അപ്പൊ ആ ഒരു ഇതെങ്കിലും പരിഗണിച്ചിട്ട് സഞ്ജുവിന് ഒരു അവസരം കൂടി കൊടുക്കണമായിരുന്നു ഇന്ത്യ. അതിനിപ്പോ ആരെ പുറത്താക്കണം? അഭിഷേകിനെയാണോ തിലകിനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂര്യകുമാർ ചോദിച്ചു കഴിഞ്ഞാൽ അതെ പുറത്താക്കേണ്ടി വരും. ചിലപ്പോൾ അഭിഷേകിനെ നിലവിലെ സാഹചര്യത്തിൽ അഭിഷേകിനെ സംബന്ധിച്ച് നമ്മൾ നോക്ക് 4 മത്സരങ്ങളിൽ 15 റണ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇപ്പോ ഈ ദക്ഷിണാഫ്രിക്കക്കെതിരെ ഒരു നല്ല അവസരം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. കാരണം അപ്പോ 2 മത്സരങ്ങൾ വീണ്ടും ബാക്കിയുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസിൽ ഇന്ത്യക്ക് ഒരു സഞ്ജുവിനെ ഇറക്കായിരുന്നു. പക്ഷെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോ അഭിഷേകിനെ മാറ്റണ്ട. അഭിഷേകിന്റെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനത്തെ ഇതാണെങ്കിൽ തിലകിനെ മാറ്റാമല്ലോ. അതെ, തിലക് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അതേ പെർഫോമൻസ് ഇപ്പോ ആ ഒരു രീതിയിൽ റിസ്ക് എടുക്കാത്ത കളിക്കുന്ന ഒരു പെർഫോമൻസ് സഞ്ജുവിനും കാഴ്ചവെക്കാൻ കഴിയും. ഇപ്പൊ സഞ്ജയ് മഞ്ചരേക്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ സൂര്യകുമാർ യാദവിന്റെ ഒരു ശൈലിയും ഇതിന് വിമർശിക്കപ്പെടുന്നില്ല. ആദ്യ മത്സരത്തിൽ സൂര്യകുമാർ യാദവ് കാഴ്ചവെച്ച ഒരു പെർഫോമൻസ് ഉണ്ട്. അതായത് ഇന്ത്യ 77-ന് ഒരു 6 വിക്കറ്റ് ഒക്കെ നഷ്ടമാകുന്ന സമയത്ത് US-നെതിരെ കാഴ്ചവെച്ച ആ ഒരു പെർഫോമൻസ് വളരെ പതുക്കെയാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് ആക്സലറേറ്റ് ചെയ്യാൻ സൂര്യകുമാർ യാദവിന് സാധിക്കുന്നുണ്ട്. പക്ഷെ പിന്നീടുള്ള മത്സരങ്ങളിലെല്ലാം ഈ പതുക്കെ തുടങ്ങുക എന്നുള്ള ആ തുടക്കം കുറച്ചധികം നീണ്ടുപോകുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും പിറകിൽ വരുന്ന ഹാർദിക്, ശിവദുബെ, റിങ്കു ഇവരുടെ അടുത്തൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണോ ഈ രീതിയിലൊക്കെ പോകുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ അവരെ മാത്രം കുറ്റം പറയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് ഇത് സമ്മർദ്ദം കൂടുന്നത് വരുന്നത് ഓപ്പണിംഗിൽ നമ്മൾ ഈ പറഞ്ഞല്ലോ, ആദ്യം 4 ടോപ്പ് ഓർഡറിലെ 3 താരങ്ങളും ഇങ്ങനെ പോയി, അതിൽ ഒരു താരം മാത്രം ഭിന്നിച്ചിരിക്കുന്നു അങ്ങ് പോകണം. ഇപ്പം രാവിലെ നമ്മൾ ഈ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയുമായിട്ട് ബന്ധപ്പെട്ട മത്സരത്തിന് ശേഷം ചെയ്തൊരു വീഡിയോ തന്നെ വന്ന് സഞ്ജുവിന്റെ PR ഫുൾ കുഞ്ചു PR എന്ന് പറഞ്ഞാണ് വരുന്നത്. ഇത് സഞ്ജുവിന്റെ PR അല്ല, ടീം ഇന്ത്യയുടെ PR ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ദക്ഷിണാഫ്രിക്കയിൽ ഏറ്റവും മികച്ച റെക്കോർഡുള്ള താരമാണ് സഞ്ജു ദക്ഷിണാഫ്രിക്കയിൽ അവിടെ സെഞ്ചുറി അടിച്ചപ്പം അന്ന് നേരിട്ട ബോളർമാർ തന്നെയാണ് ഇന്നിപ്പോൾ ഇന്ത്യയെ കുഴക്കിയ ബോളർമാർ എന്നും പറയേണ്ടി വരും. ആ ടീമിനോട് സഞ്ജുവിന് ഇത്രയൊരു റെക്കോർഡ് ഉണ്ടാകുമ്പോൾ ഈ താരങ്ങൾ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ സൈഫ് പറഞ്ഞാൽ തന്നെ ഈ ലോകകപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും സഞ്ജുവിനെ കളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് ന്യൂസിലാൻഡിലെ പരമ്പരയിൽ തന്നെ അത് നമുക്ക് വ്യക്തമായിരുന്നു അഭിഷേകാണ് കളിക്കേണ്ടത്. അഭിഷേക് നമുക്ക് വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല. എങ്കിലും അഭിഷേകിനെ ആദ്യ മത്സരത്തിൽ ഡക്കായപ്പോൾ നമ്മൾ പറഞ്ഞില്ല അഭിഷേകിനെ കളി മാറ്റണം, സഞ്ജുവിനെ കൊണ്ടുവരണമെന്ന്. നമുക്ക് ക്ലിയർ ആയിരുന്നു ഇഷാൻ എന്തുകൊണ്ട് ആ സ്പോട്ട് പിടിക്കുന്നു, സഞ്ജു എന്തുകൊണ്ട് പുറത്താവുന്നു. അവിടെ ഒന്നും സഞ്ജുവിന്റെ PR ആയിരുന്നില്ല, ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. പക്ഷേ തുടർച്ചയായ മത്സരങ്ങൾ അഭിഷേക് ഡക്കിന് പുറത്താവുന്നു. ഇപ്പം 12 ബോൾ 15 റൺസ് എടുത്ത് പുറത്താവുന്നു. ഇവിടെ തിലക് എന്താ കളിക്കുന്നത്, തിലകിന് തന്നെ ധാരണയുണ്ടോ എന്ന് വ്യക്തമല്ലാത്ത അവസ്ഥയിലാണ് പോകുന്നത്. ഈ ഇപ്പം ഇന്നലെ സൂര്യകുമാർ അത് വാർത്തകൾ ഇതൊക്കെ പറയാൻ പറഞ്ഞിരുന്നു. ഈ ഫോർമാറ്റ് വ്യത്യസ്തമാണ്, 220, 240, 250 റൺ എടുക്കണമെങ്കിൽ ഈ രീതിയിൽ കളിച്ചാൽ പറ്റുമെന്ന്. ഈ തിലകിന്റെ ഈ പെർഫോമൻസ് കൊണ്ടാണോ ഈ രീതിയിലേക്ക് വന്നത്? ഇപ്പം പറഞ്ഞാൽ തന്നെ സൂര്യ ആദ്യ മത്സരത്തിൽ പതുക്കെ തുടങ്ങി താളം നിലയുറപ്പിച്ച് സ്വന്തം സ്വഭാവം പുറത്തെടുത്തു എന്ന് പറയാൻ പറ്റും. പിന്നെ അതിന് പറ്റുന്നില്ലല്ലോ. ഈ പതുക്കെ തുടങ്ങാൻ വേണ്ടി പറ്റും, പിന്നെ അത് ആടുന്ന് സ്കോർ ചെയ്ത് ഗിയർ മാറ്റാൻ പറ്റുന്നില്ല, പിന്നെ കാര്യമില്ല. നമുക്ക് കാണുന്നൊക്കെയാണ് ഇഷാന്റെ ഒരു പ്രകടനത്തിന്റെ പുറത്താണ് ഇപ്പം ഈ ഇതിൽ എല്ലാ മത്സരങ്ങളിലും ഇന്ത്യ പിടിച്ചതെന്ന് വേണം പറയാൻ പറ്റും. ഇഷാൻ വീണ മത്സരങ്ങളിൽ ഇന്ത്യ വല്ലാണ്ട് വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇന്നലെ കണ്ടത് തന്നെയാണ്. മറിച്ച് ഒരാളിപ്പോൾ ശിവദുബെ ഇന്നലെ ഒന്ന് പൊരുതിന്നു, അല്ലാണ്ട് പൊരുതി എന്ന് പറയാൻ നമ്മൾ തോൽവി സമ്മതിച്ചു. ആദ്യം തന്നെ കളി തോറ്റു കഴിഞ്ഞു. നമുക്കൊരു ആയുധം പോലും ഇല്ലാണ്ട് നമ്മൾ നിൽക്കുവാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇനിയിപ്പം സിംബാബ്വെ എന്തായിരിക്കും നമുക്കറിയില്ല. ഈ പറഞ്ഞ പോലെ ബോളർമാനെ ഇതിപ്പം നേരത്തെ സൈഫോറേം പറഞ്ഞല്ലോ, പാകിസ്ഥാൻ കാണിച്ചു, നെതർലാൻഡ്സ് ആവർത്തിച്ചു. അപ്പോഴെങ്കിലും നമ്മൾ കരുതുന്നത് നമ്മളെന്താ കരുതുക, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായിട്ട് മാറ്റം വേണം, ഇല്ലെങ്കിൽ ഇവർ ഇത് തന്നെടുക്കുന്നത്. പക്ഷെ ഇന്ത്യൻ ടീം കരുതുന്നതായിരിക്കും അറിയോ, ഇവർ രണ്ടും ഇങ്ങനെ ഈ തന്ത്രം എടുത്തല്ലോ, അതുകൊണ്ട് അവർ ആ തന്ത്രം എടുക്കില്ല. അങ്ങനെ നമ്മൾ പറയുന്നത് അങ്ങനെ വെച്ചിട്ടാണെന്ന് നമുക്കറിയില്ല. അതന്നെ കണ്ടു അവരും തന്ത്രം പായിട്ട് ഇത് റിപ്പീറ്റ് ആയി പോയി. സിംബാബ്വെക്ക് എടുക്കാം. ഇനിയിപ്പം വിൻഡീസിന് മുമ്പിൽ എന്തായിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ പോയ വിൻഡീസിന് മുമ്പ് പോയാൽ വിൻഡീസിന്റെ കൈക്കരുത് ശരിക്കും ഇന്ത്യ അറിയാൻ വേണ്ടി പോയിരിക്കും ഈ ടൂർണമെന്റിൽ. തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യയുടെ ഇന്നലത്തെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂ ബോളിലെ ഇന്ത്യയുടെ പെർഫോമൻസ് തന്നെയായിരുന്നു. അത് ബുംറ ആണെങ്കിലും ഹർഷ്ദീപ് ആണെങ്കിലും മനോഹരമായ രീതിയിൽ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതേ രീതിയിലുള്ള ഒരു തുടക്കം തന്നെയാണ് ദക്ഷിണാഫ്രിക്കക്കും ലഭിച്ചത്. പക്ഷെ 2 ടീമും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതായത് ബ്രവിസും മില്ലറും അല്ലെങ്കിൽ മില്ലർ കാഴ്ചവെച്ച ഒരു പ്രകടനം ഉണ്ട്. മില്ലർ കൗണ്ടർ അറ്റാക്ക് ചെയ്തിട്ട് ഇന്ത്യയെ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ തുടക്കത്തിൽ ഒരു 20 റണ്ണിന് 3 വിക്കറ്റ് നഷ്ടമായ ഒരു ടീമാണ് 187 എന്ന് പറയുന്ന ഒരു മികച്ച സ്കോറിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം. മാത്രമല്ല ഈ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടോസ് ഇന്ത്യൻ ബാറ്റിംഗ് ആണ് ആദ്യം ആഗ്രഹിച്ചിരുന്നത്. അതൊരു വലിയ ഘടകം തന്നെയാണ്. സൂര്യകുമാർ യാദവ് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ ഇതിനു മുമ്പ് ഉള്ള മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ദക്ഷിണാഫ്രിക്ക ഒന്നിലധികം മത്സരങ്ങൾ ഈ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ, അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലും കളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതും കൂടി ഇപ്പൊ ഇന്ത്യ നെതർലാൻഡിനെതിരെ കളിച്ച ഒരു മത്സരം നമുക്കറിയാം ഒരു ക്ലോസ് എൻകൗണ്ടർ ആയിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ദക്ഷിണാഫ്രിക്ക അവർക്ക് ഏറ്റവും നല്ല തന്ത്രം ഇപ്പോ അവരൊരു
അത്തരത്തിൽ പാകിസ്ഥാനോ അല്ലെങ്കിൽ നെതർലാൻഡും പറ്റിയ ഒരു തന്ത്രം അതൊരു വെറും ഒരു അല്ലെങ്കിൽ എന്താ പറയാ അതൊക്കെ ഒരു കൈവിട്ട കളിയാണെന്ന് അവർ ചിന്തിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഘടകം. സാധാരണ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയൊക്കെ പേസ് ബോളിങ്ങിനെയൊക്കെ കൂടുതൽ ആ രീതിയിൽ പേസർമാരെയാണ് കൂടുതൽ പലപ്പോഴും ഇത് ചെയ്യുന്നത്. പക്ഷെ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കുക. എനിക്ക് മർക്രം ആ ഒരൊറ്റ ഓവർ എറിഞ്ഞിട്ടുള്ളൂ, 5 മണിക്ക് നിർണായകമായിട്ട് ഇഷാൻ കിഷന്റെ വിക്കറ്റും വീഴ്ത്തി എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. അതിനു മുമ്പ് ആരംഭത്ത് നോക്കുകയാണെങ്കിൽ ആരംഭത്ത് അഭിഷേകിനും ഇഷാനും വീഴ്ത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെ ആ ഒരു തന്ത്രത്തിനെ ഓരോവറെങ്കിൽ ഓരോവർ മർക്കത്തിന് വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. അതോടൊപ്പം തന്നെയാണ് തകർച്ചയിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർമാരുടെ ഒരു ആക്സിലറേഷൻ, അതുപോലെ തന്നെ ഒരു കൗണ്ടർ അറ്റാക്ക്. അത് പക്ഷേ ഇന്ത്യൻ ടീമിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടില്ല. നമ്മൾ പലപ്പോഴും തകർന്നു പോകുമ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ പന്തുകൾ ഡോട്ട് ആവുകയും കൂടുതൽ അതായത് സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ ഏതൊക്കെ ഘടകങ്ങളെ എങ്ങനെയൊക്കെ വിലയിരുത്തിയാൽ പോലും എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടംകയ്യന്മാരുടെ ഒരു എന്താ പറയുക ധാരാളിത്തം, അല്ലെങ്കിൽ ഇത്രയധികം ഇടംകയ്യന്മാർ ബാറ്റിൽ ഇതിലുള്ളത്, അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് 2 ഇടംകയ്യന്മാരായത്, ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ എതിരാളികൾക്കൊരു ഒരു തന്ത്രം പയറ്റാനുള്ള ഒരു നമ്മൾ ആനുകൂല്യം ഒന്നും പറയുന്നില്ല, മുൻകൈ ഒന്നും പറയുന്നില്ല, ഒരു തന്ത്രം പയറ്റാനുള്ള ഒരു അധിക സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. ആ തന്ത്രം പയറ്റുന്നതിൽ പല ടീമുകളും വിജയിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സഞ്ജുവിനെ പരിഗണിക്കണം എന്നുള്ളത്. അത് ഒരിക്കലും സഞ്ജുവിന് വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ട് സഞ്ജുവിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു വാദമല്ല. നമുക്ക് മലയാളി ക്രിക്കറ്റർ എന്ന നിലയിൽ സഞ്ജുവിനോട് പ്രത്യേക ഇഷ്ടമുണ്ട്. അതുപോലെ തന്നെ പലതവണ മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തി. ഇപ്പൊ നോക്ക്, ഞാൻ ഇത് പറയുന്നത് തിലകിനെ അഭിഷേകും സ്ഥാനത്തും സഞ്ജു ആണ് ഈ ഒരു പെർഫോമൻസ് ഇങ്ങനെ 4 മത്സരങ്ങളിൽ തുടർച്ചയായി നിരാശപ്പെടുത്തുന്നെങ്കിൽ ഈ ആളുകളൊന്നും ഇങ്ങനെയല്ല പ്രതികരിക്കുക. അത് ഒരു യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ കളിക്കുന്ന സഞ്ജു എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് സഞ്ജു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ പറയുന്നത് ഇന്ത്യൻ ടീമിന്റെ നിലവിലെ ആ ഒരു കോമ്പിനേഷനിൽ ഒരുപാട് ഇടംകയ്യന്മാർ വരുന്ന ഒരു കോമ്പിനേഷനിൽ അതിൽ പ്രശ്നമുണ്ട്, അത് പരിഹരിക്കണം എന്നുള്ളതാണ്. അത് പരിഹരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സൂപ്പറായിട്ട് കടന്ന് മുന്നേറാൻ കഴിയും. ഇനിയിപ്പോ നമ്മൾ പറയാതെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് സഞ്ജുവിനെ കളിപ്പിക്കാതെ ഇന്ത്യ ജയിച്ചല്ലോ എന്ന് ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അല്ല, ഇന്ത്യ ജയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതെ ഇന്നലത്തെ മത്സരം ഉണ്ടാക്കിയ അത്ര നിരാശ നീ പറഞ്ഞ പോലെ ഈ അടുത്തൊന്നും അങ്ങനെ നമുക്ക് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഈ എന്താ പറയുക T20 മൾട്ടിനാഷണൽ ടൂർണമെന്റുകളിൽ എനിക്ക് തോന്നുന്നു കുറെ കാലത്തിന് ശേഷമാണ് ഇന്ത്യ ഒരു മത്സരം പരാജയപ്പെടുന്നത് തോന്നുന്നത്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് അതിൻ്റെതായ ഒരു എന്താ പറയുക നിരാശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അടുത്ത മത്സരത്തിന് മുമ്പ് കൃത്യമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കുറച്ചുകൂടി നല്ല രീതിയിൽ കാര്യങ്ങളെ ഡീൽ ചെയ്യാനും ഈ ബാറ്റർമാർക്ക് കഴിയും. നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തിലകാണെങ്കിലും സൂര്യ ആണെങ്കിലും അഭിഷേക് ആണെങ്കിലും ഇഷാൻ ആണെങ്കിലും ഹാർദിക് ആണെങ്കിലും ശിവൻ ദുബെ ആണെങ്കിലും ഒരുപാട് മത്സരങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് വിന്നിങ് മൊമെന്റുകൾ സൃഷ്ടിച്ചിട്ടുള്ള താരങ്ങൾ തന്നെയാണ്. അതേസമയം അവർ എന്തെങ്കിലും തരത്തിൽ ഒരു കാര്യങ്ങളിൽ ഒരു ഫോം ഔട്ട് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പരിഹരിക്കണം. സഞ്ജുവിന് ഈ ഒരു അവസരം എന്ന് പറയുന്ന അഭിഷേകിന് വയറുവേദനയായിട്ട് കിട്ടിയ അവസരമാണ്. അപ്പൊ അതുപോലെയുള്ള ഒരു സാഹചര്യമല്ല വേണ്ടത്. സഞ്ജുവിന് ഒരു അവസരം കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. എന്തായാലും വരും മത്സരങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കണ്ടറിയാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.